ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്താ പറയുക, ഇവിടെ ഈ താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എടുക്കാം. പക്ഷേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഞാൻ ഈ വരുന്ന സമയത്ത് ഇവിടെ പണി നടക്കണം. അപ്പോൾ അത് അകത്തുകൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റൂല. ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായ ഒരു എന്താ പറയുക ഹോട്ടലാണ് താജ് ഹോട്ടൽ. ഇതാണ് നമ്മുടെ ടാറ്റയുടെ ഹോട്ടൽ. ഇതിന് തൊട്ടതാ ഇവിടെ തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉള്ളത്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ തന്നെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. മുംബൈയിൽ വന്നാൽ ഈ ഒരു മനോഹരമായ ഈ ഒരു കാഴ്ച കാണാണ്ട് പോയാൽ ശരിയാവത്തില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുവാണ്. അങ്ങ് അവിടെയാണ് തൊട്ടതാ ഇവിടെ താജ് ഹോട്ടൽ. നിങ്ങളിവിടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങളിവിടെ കയറി ചെല്ലുമ്പോൾ ഫോട്ടോ എടുത്തെടുത്ത ആളുകൾ വരും. അതെല്ലാം വേസ്റ്റാണ്. സ്വന്തം ഫോൺ എടുക്കാനുള്ള ഫോട്ടോസേ ഇവിടെ ഉള്ളൂ. ഗൈസ്, അങ്ങ് ദൂരെ കടലുണ്ട്. മുംബൈ പോർട്ട് ഇവിടെ അടുത്താണെന്ന് തോന്നുന്നുണ്ട്, കാരണം പോർട്ടിനുള്ള ഇതെല്ലാം ഉണ്ട്. വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒരിക്കൽ പോയി വീഡിയോ എടുക്കണമെന്നുണ്ട്. അങ്ങ് ദൂരെ ഒരു ഷിപ്പുണ്ട്, അത് MCS ആണെന്ന് തോന്നുന്നു.
ഫോണിൻ്റെ ട്രൈപ്പോഡിലാണല്ലോ വിഷ്വൽസ്. അപ്പം എന്താ പറയുക, ഇപ്പം ഇങ്ങോട്ട് വരാൻ നേരത്ത് ആ ക്യാമറ കണ്ടതിൻ്റെ ബട്ടൺ ഫുള്ള് പോയി. ഇനി അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മിക്കവാറും ഇവിടെ വീഡിയോ എടുത്താൽ കോപ്പിറൈറ്റ് ആണ് എൻ്റെ ചാനൽ വരെ പോകും. കാരണം ഇവിടെ ഫുൾ പാട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിപ്പോഴത്തെ ഒരു ഫ്ലോറിൽ പുറത്തുകൂടെയാണ് ഇത് പൊട്ടിയത്. എന്നിട്ടതിപ്പം പൊട്ടിയതാ. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ഭാഗം ഇന്ത്യ ഗേറ്റ് വെച്ച് അല്ല, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് അതിൻ്റെ ഒരു ഭാഗം വെള്ളത്തിൽ വീണു. ഞാൻ തപ്പിത് കിട്ടിയില്ല. എന്തേതായാലും ദൈവമൊന്നും അറിഞ്ഞുകൂടാ. ഈ കടയിൽ പോയത്, പക്ഷെ ഒരു കാര്യമില്ല. ഒരു ടീഷർട്ട് ഇവിടെ ഡിസ്കൗണ്ട് പ്രൈസിനുണ്ട്. അപ്പം അങ്ങ് തൂക്കി. ഫിനിക്സ് മോളിൽ പോയിട്ട് വന്നിട്ടിപ്പോൾ നേരത്തെ മറൈൻ ഡ്രൈവിലേക്ക് പോകണം. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഫിനിക്സ് മോളിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വരാൻ എത്ര കൂടിപ്പോൾ ഒരു 200 രൂപയാവത്തുള്ളൂ. കാരണം നമ്മൾ രാവിലെ ഈ ടാക്സി ഓടിച്ചാണ് പോയത്. അയാൾ 550 രൂപയാണ് വാങ്ങിച്ചത്. 350 രൂപ എക്സ്ട്രാ വാങ്ങിച്ചത്. അത് പറ്റിച്ചതാണ്. കാരണം ആ സമയത്ത് എനിക്ക് എന്തായാലും ഊബറാണെങ്കിൽ എനിക്ക് ആപ്പ് ഓപ്പൺ പോലും ആയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അയാളോട് കയറുന്ന മുമ്പ് റേറ്റ് ചോദിച്ചത്. അപ്പോൾ തന്നെ കയറിക്കോ ഇവിടെ വിട്ട ശേഷം അയാൾ റേറ്റ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 200 രൂപയുടെ ഓട്ടേ ഉള്ളൂ. എന്തിനാണ് 350 രൂപ എക്സ്ട്രാ വാങ്ങിച്ചതിന് എനിക്കറിയില്ല. റിട്ടേൺ ചാർജാണ്. അയാൾക്ക് ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ഓട്ടോ കിട്ടും. ഓട്ടോ കിട്ടാമത്തെ സ്ഥലമൊന്നും അല്ല. അപ്പം ഇങ്ങനെ നമ്മൾ മുമ്പേ അടിച്ച് പൊളിക്കുന്ന ഈ സന്തോഷത്തിൽ ഇങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വരും. ഒരിക്കലും പറ്റിക്കപ്പെടില്ലെന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും ഓരോരോ സ്ഥലത്ത് പോകുന്നത്. പക്ഷെ ഇതിപ്പം പറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കാണ്. ഇവിടെ വെച്ച് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതായത് ഇപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫിനിക്സ് മോളിലേക്ക് വരുമ്പോൾ മറ്റേ ഇന്ന് ഊബർ എടുത്തുള്ളൂ. കാരണം അയാൾ 600 റുപ്പീസാണ് വന്നത് ടാക്സിക്ക്. അപ്പോൾ ഊബർ നോക്കുമ്പോൾ ഊബറിന് അയാൾ വില കുറവായിരുന്നു. അപ്പം അതെടുത്ത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് തുടക്കത്തിൽ പോയി നമ്മൾ ടാക്സി എഴുതണം. ഊബർ ടൈം അനുസരിച്ച് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമ്മളങ്ങനെ ചെയ്തു. അപ്പം അങ്ങനത്തെ പക്ഷേ അതേ വിശ്വാസത്തിൽ. പക്ഷേ എനിക്ക് ഊബറാണെങ്കിൽ എനിക്ക് ആ സമയത്ത് വന്ന പോലെയാണ്. പിന്നെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇനി നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോകണം. പോയിട്ട് അതേപോലെ തന്നെ നാളെ ഇനി തിരിച്ച് പോവുകയാണ്. മുംബൈ 8 ദിവസം ട്രിപ്പേ ഉള്ളൂ. അപ്പോൾ നാളെ തിരിച്ച് വരുമ്പോൾ മെട്രോൻ്റെ ടൈം ചോദിച്ചാണ്. ഇവിടെ നിന്ന് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എയർപോർട്ട് മെട്രോ, അല്ലെങ്കിൽ ട്രാഫിക് ആവുന്നതിന് മുമ്പേ പോകണം. അപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളുമായി നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. Rhyme dive. കണ്ണനെ നമ്മുടെ കേരളത്തിൽ ഒരു മറൈൻ ഡ്രൈവ് ഉണ്ട്. കൊച്ചിയിലാണുള്ളത്. അതായത് ഫോർട്ട് കൊച്ചി.
അപ്പോൾ തന്നെ ഈ ഒരു മലയാള ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ക്യൂൻസ് നെക്ലസ് എന്ന് പറയും. കാരണം ഈ നൈറ്റ് ആയ സമയത്ത് ഇവിടെ ലൈറ്റ് ഇടും, ഇലുമിനേറ്റഡ് ആയിട്ട് നൈറ്റ്. അപ്പോൾ ആ നൈറ്റ് സമയത്ത് എന്താ പറയുക, ഒരു ക്യൂണിൻ്റെ നെക്ലസ് ഷേപ്പ് പോലെയാണ്. പിന്നെ എന്താ പറയുക, അവിടെ വന്നുകൊണ്ട് അതിലേതെങ്കിലും ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും. നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ ക്ലിയർ ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരെ മുമ്പേ ഒന്ന് മറൈൻ ഡ്രൈവിൽ പോയില്ലെങ്കിൽ ഒരു ഇതില്ല. എവിടെയൊക്കെ ബീച്ചുണ്ടോ അവിടെയൊക്കെ ഞാൻ പോയിരിക്കും. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഞാൻ പോയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അത് കഴിച്ചിട്ട് വരാം. പിന്നെ എനിക്കൊരു മൂഞ്ചിയ ദിവസമാണ് കേട്ടോ. കാരണം രാവിലെ തൊട്ടൊരു മൂഞ്ചിക്കൊണ്ട് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഐസ് ഉണ്ടായി തെറിച്ചു. അത് മണ്ണി കിടപ്പുണ്ട്. രാവിലെ തൊട്ട് ഞാൻ മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ എന്തോ ബുക്ക് ചെയ്തു, പിന്നെ നമുക്ക് അതിനാളെ വില പോലെ ടാക്സി എൻ്റെ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറയാം. അയാളെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്തോന്ന് 50 കേട്ടത്. പക്ഷേ ഞാൻ അതിനെ ഈ 40-45 തിരിഞ്ഞു പോയി. അതാണ് മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൂഞ്ചിയ ദിവസം, ഒരു മൂഞ്ചി ഡേ ഇൻ മൈ ലൈഫായിരിക്കും. ഫസ്റ്റ് പാർട്ട് കണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഉണ്ട്. ഈ രണ്ടാമത്തെ പാർട്ടിൻ്റെ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് കണ്ടിട്ടുള്ളത്? നമ്മൾ ഈ ഒരു 3.9 കിലോമീറ്റർ ദീർഘമുള്ള ടണൽ, ആ ടണലാണിത്. വണ്ടി അരിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ കടലിൻ്റെ കളറിന് ഭയങ്കര വ്യത്യാസം. എന്താണെന്തോ അറിയുന്ന വരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അറിഞ്ഞില്ല. ബീച്ചിൽ നിന്ന് നമ്മൾ നടന്ന് അങ്ങ് എത്താറായി. അവിടെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ പറയാൻ നിങ്ങൾക്ക് കയറാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല കാറ്റാണ്. ഫോണെന്നെ കൈവിട്ട പറന്ന് പോവാ. ആ അവസ്ഥയാണ്. Everyone is so loud. I just want a little bit of peace and quiet. Keep it quiet. Give me a sense of direction. Give me some time for introspection. 'Cause I need to keep on going. I need to keep on going. I need to be a forward. ദിവസമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ മീൻസ് അടുത്ത വീഡിയോ ഞാൻ ഇപ്പം എന്താ പറയുക, ഇത് മുമ്പ് പോയ യാത്രേൻ്റെ ഇടയ്ക്കായിരിക്കും ഈ വീഡിയോയും വേറെ വീഡിയോ അപ്ലോഡ് അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇനി 3rd ഫൈറ്റ് ജേർണിയുമായിട്ട് നമുക്ക് കാണാം. ബൈ.